പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വകബി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്മയുടെയും 3 പിള്ളേരുടെയും കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ ദൈവകൃപയാൽ റെഡിയായി. വിചാരിച്ചതിലും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യപ്പെട്ടു. സോ അതാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനോടൊപ്പം വിശ്വാസ സംബന്ധമായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം, അവരുടെ വിശ്വാസം എങ്ങനെ അവരെ രക്ഷിച്ചു എന്നുള്ളതും കൂടെ ഞാൻ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ അതിലോട്ട് വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in chalice, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimite nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. അപ്പോൾ അതിലോട്ട് വരുന്നതിന് മുൻപ് റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് ദർശിച്ച നരക ദർശനത്തെ പറ്റിയുള്ള പുസ്തകവും കരബന്ധൽ സന്ദേശങ്ങളും കുറച്ച് കോപ്പി കൂടെ ബാക്കിയുണ്ട്. ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലോ വാട്സാപ്പ് നമ്പറിലോ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പറയുമ്പോഴവരെ ഞാൻ വ്യാഴാഴ്ച ഞാൻ ഈ വീഡിയോ ചെയ്തു. കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, വളരെ വിഷമായെന്ന് പറഞ്ഞു. അവരുടെ ജീവിതം ഓർത്തിട്ട് മാത്രമല്ല, നമ്മുടെ സഭയിലെ സിസ്റ്റം കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഓർത്ത് ഹൃദയഭാരം കൊണ്ടും പലരും പറഞ്ഞു. ഞാൻ ഈ വീഡിയോ സത്യത്തിൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. അത് രണ്ടും എനിക്ക് എന്താ പറയുക, പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തത്. കാരണം എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ ബുധനാഴ്ച എടുത്ത വീഡിയോയിൽ ഞാൻ കരയുകയായിരുന്നു. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് മനസ്സിലാക്കാം, നിങ്ങളുടെ ദുഃഖം എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ നമുക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ സഹോദരി ഇപ്പം നിലവിലെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. 6 ലക്ഷം ഇവരുടെ ലോണ് പൂർണ്ണമായിട്ടും അടച്ചു തീർക്കാമെന്ന് പറഞ്ഞ് ഒരു ഫാമിലി, അവരുടെ നാട്ടിൽ തന്നെയുള്ളൊരു ഫാമിലി രംഗത്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത്, കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു ലേഡി വന്ന് ഇവരുടെ അടുത്ത് സംസാരിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് അത് മാതാവ് തന്നെയായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വേറൊരു ഫാമിലി വന്നിട്ട്, ഒരു ഭാര്യയും ഭർത്താവും വന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞു, ചോദിച്ചു എന്താണ് കാര്യം ചോദിച്ചു. ഇവർ കാര്യം പറഞ്ഞു. അങ്ങനെ അവർ 3 ദിവസം പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമാണ് 6 ലക്ഷം മുഴുവനായിട്ടും അടച്ചു കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ 4,80,000 അവരടച്ചു. ബാക്കി ഇനിയുള്ള മാസങ്ങളിൽ അവരടച്ചു തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ചേച്ചിയുടെ വിശ്വാസമാണ്. വീട് ജപ്തി ചെയ്യാൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇവരോട് പറയുന്നൊരു കാര്യം ഇതാണ്: വീട് പോയാലും നമുക്ക് വീട് പിന്നീടും ഭാവിയിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ അപ്പോഴിവർ പറയുന്നൊരു കാര്യമുണ്ട്, ഈശോ അതിനെ അനുവദിക്കത്തില്ല. ഈശോ നമുക്ക് ഈ വീട് തന്നെ തരും, ഈ വീട് ഈശോ തരും, ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഈ ചേച്ചി നിരന്തരം പറയുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചിയുടെ ജീവിതം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇതാണ്: വചനം നിറഞ്ഞൊരു ചേച്ചിയാണ്, വചനം പറഞ്ഞ് ജീവിക്കുന്ന ഒരു ചേച്ചിയാണ്. അതായത് നമ്മൾ വചനം വായിക്കുന്നതിനും വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതാണ് പ്രധാനമായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവരുടെ വിശ്വാസ ജീവിതത്തിലെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ വചനം ഭക്ഷിക്കുന്നു, നമ്മുടെ ആത്മാവിൻ്റെ നല്ലതാണ്, നമ്മുടെ ലഘുപാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെടുന്നു. പക്ഷെ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ ഭൂരിഭാഗം കത്തോലിക്കർക്ക് അറിയില്ല എന്നുള്ളത്. ക്ലെയിം ചെയ്ത് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്നുള്ളതാണ്. സോ അത് ഞാൻ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ, ഇവർ പള്ളിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഭാര്യയും ഭർത്താവും അവർ വന്ന് കാര്യങ്ങൾ ചോദിച്ചു. 3 ദിവസം ഇവരെ പ്രാർത്ഥിച്ചിട്ട് തീരുമാനിച്ചു ഇവർക്ക് ഇത് പൂർണ്ണമായിട്ടും അടച്ചു കൊടുക്കാം എന്നുള്ളത്. ഇത് ആരും അറിയിക്കരുത് എന്ന് അവർ പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, അവരെയൊക്കെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പം ഈ ചേച്ചിയുടെ വിശ്വാസം, ഞാനൊരിക്കലും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല ഇവർക്ക് വീട് തിരിച്ച് കിട്ടും എന്നുള്ളത്. കാരണം ഇതെങ്ങനെയെന്ന് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞ് എന്നെ ഈ 2 ദിവസം മുൻപ് ഈ സഹോദരി എന്നെ വിളിച്ചിട്ട് വളരെ വേദനിപ്പിക്കുന്നൊരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞായിരുന്നു, ഇവരുടെ അടുത്ത് പ്രണയ വിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, സഹായം ചോദിച്ച് പോകുമ്പോഴൊക്കെ വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. അപ്പം ഇവർ
ഇവരുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള ചില പുരുഷന്മാർ ഇവരുടെ വാതിൽക്കൽ വന്ന് പാതിരാത്രി മുട്ടുവന്നു പാപം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ. അങ്ങനെയുള്ള മലയാളികളുണ്ട്. അപ്പോൾ അങ്ങനെ പാപത്തിൽ വീഴാതിരിക്കാൻ ഇവരുടെ സ്വർണ്ണമെല്ലാം പണയം വെച്ച് ആ കാശ് കൊണ്ടാണ് ഇവർ ഒരുപാട് കാര്യം പിടിച്ചു നിന്നത്. പിന്നീടാണ് ഇവർക്ക് വീട്ടുജോലിക്ക് വേണ്ടിയിട്ട് പോകേണ്ടി വന്നത്. അപ്പോഴും വിശ്വാസം കൈവിടാത്തൊരു ചേച്ചി, ഇതാണ് എന്നെ ഞെട്ടിച്ചൊരു കാര്യം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ഇവരിങ്ങനെ നടന്നു പോണ സമയത്ത് ഇവരുടെ സഹോദരി അവരുടെ ഫാമിലിയായിട്ട് കാറിൽ പോവുക. അപ്പം സ്വർണ്ണമൊന്നും ഇല്ലല്ലോ. അന്നേരം ഈ ചേച്ചിയെ കണ്ടപ്പോഴേ ഇവരുടെ സഹോദരി പറയാണ്, തെണ്ടിയിട്ടാണല്ലേ ഇപ്പം ജീവിക്കുന്നത് എന്ന്. ഭയങ്കര ഹൃദയഭാരമായി. അവർ വീട്ടിൽ വന്നു. ഒരു സഹോദരനോട് എന്ന പോലെ എന്നെ വിളിച്ചിട്ട് വിഷമം പറഞ്ഞു. എന്നിട്ട് അവർ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, അഷിയെ, ഈശോ എന്നിട്ട് എന്നോട് സംസാരിച്ചു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം. അപ്പം ഞാൻ നിങ്ങളോട് ഇവരുടെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. ഭർത്താവ് മരിച്ചുപോയി, ഇവരൊറ്റൊരാളാണ്, 3 പെൺമക്കളാണ്. ഈ 3 മക്കളെയും പഠിച്ച് വലുതാക്കണം, കെട്ടിച്ച് വിടണം, ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ മക്കളെ പഠിപ്പിച്ച് വലുതാക്കണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇതാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ യേശയ്യാ 54 ആഷിക്കിനെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ഞാനത് യേശയ്യാ 54 വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 2000 വർഷം മുൻപ് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതം ഇതിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ എന്നിട്ട് യേശയ്യാ പ്രവാചകന പുസ്തകം 54-ാം അധ്യായം ഞാൻ എടുത്തു. നോക്കിയപ്പോൾ പുതിയ ജെറുസലേം. അപ്പോൾ ഹെഡിങ് വായിക്കുമ്പോൾ നമ്മുടെ ലൈഫായിട്ട് ഒരു കണക്ഷനും ഇല്ല. പക്ഷെ ഞാനിങ്ങനെ വായിച്ച് വരുമ്പോൾ ഇവരുടെ ലൈഫായിട്ട് ഭയങ്കര കണക്ഷൻ. അവിടെ ഫസ്റ്റ് തന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത വചനം 54-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല. നിൻ്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, വൈധവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല. അപ്പോൾ ഈ പുള്ളിക്കാരിയുടെ സഹോദരങ്ങളുടെ മക്കളൊക്കെ നല്ല നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ അവസ്ഥയിലായതുകൊണ്ട് ഇവരോട് പുച്ഛവും പരിഹാസമൊക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞായിരുന്നു ചേച്ചി, ആരില്ലാത്തവർക്ക് ഈശോ ഉണ്ട്. പ്രത്യേകിച്ച് വിധവകളുടെയും അനാഥരുടെയും കണ്ണുനീര് അത് ആസിഡ് പോലെയാണ്. അത് ആരുടെ മേളിൽ വീഴുന്നോ ആ കുടുംബത്തിൽ അത് ഇങ്ങനെ ഒരു ക്യാൻസർ പോലെ പടരും. അതുപോലെ തന്നെ ആ കണ്ണുനീരിന് മുമ്പിൽ ദൈവത്തിന് നോ പറയാൻ ഒരിക്കലും പറ്റത്തില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ കരഞ്ഞാൽ ഇപ്പോൾ ഈശോയ്ക്ക് ഒരിക്കലും അത് നോ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വിധവയായിട്ടുള്ള ആരോരുമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ധൂപം പോലെയാണത് അർപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈശോ അവരോട് പറയണം, ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല. എന്നിട്ട് 5-ാമത്തെ അധ്യായം. അപ്പോൾ ഇവരിടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, ഭർത്താവില്ലാത്ത വീട് നരകം പോലെയാണ് ആശിക്ക്, നമ്മൾ എത്ര അധ്വാനിച്ചാലും അത് ഭർത്താവിന് തുല്യമായിട്ട് വരില്ല എന്നിവർ പറയും. അടുത്ത വചനം ഈശോ ഇവരോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചതാണ്, നിൻ്റെ സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ്. നിൻ്റെ സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. എന്നിട്ട് നമുക്കറിയാം, ഒരു ചൊവ്വാഴ്ച വീട് ജപ്തി ചെയ്യപ്പെട്ടു. ബുധൻ വ്യാഴം ആ ദിവസങ്ങളിൽ ഇവർക്ക് കാശൊക്കെ തിരിച്ചടക്കാൻ പറ്റി. അപ്പോൾ വളരെ ഷോർട്ട് ടൈമാണ്. പക്ഷെ അവരനുഭവിച്ച സഹനം എന്ന് പറഞ്ഞത് ഒരു ദുഃഖവെള്ളിയുടെ സഹനം ഏകദേശം അവരനുഭവിച്ചിട്ടുണ്ട്. 54:6 ഇപ്രകാരം പറയുന്നു, പരിത്യക്തിയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സംതപ്ത ഹൃദയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു. എത്ര കറക്റ്റാണ് അവരുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ, എത്ര കറക്റ്റാണ്. കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു. നിമിഷ നേരത്തേക്ക്, കറക്റ്റല്ലേ? നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു. ചൊവ്വാഴ്ച വീട് ജപ്തി ചെയ്തു, വ്യാഴാഴ്ച കർത്താവ് തിരിച്ചു കൊടുത്തു, അവരുടെ വിശ്വാസം കൊണ്ട് മാത്രം. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണം നേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു, എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിൻ്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു.
എന്നിട്ട് കർത്താവ് പറയുന്നു, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. അപ്പോൾ ഇവിടെ വരെ വായിച്ചിട്ട് ഞാൻ കരുതി ഓക്കെ കഴിഞ്ഞ് കാണും. പക്ഷേ അടുത്തതും കൃത്യമായിട്ടുള്ള വചനം, കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. കർത്താവിൻ്റെ വചനം എത്ര കൃത്യമാണ്. ഈ ഒരു കോണ്ടസ്റ്റ് വേറെ ആണെങ്കിലും പക്ഷെ നമ്മുടെ ലൈഫുമായിട്ട് ഇത് കണക്ട് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ബൈബിളിൻ്റെ ഏറ്റവും ഒരു അത്ഭുതം എന്ന് പറയുന്നത്. ഒരിക്കലും ഞാൻ ഓർക്കുന്നു, ഞാനിങ്ങനെ വിഷമിച്ച് കരഞ്ഞ് ബെഡിലാണ് ഉള്ളത്. വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈശോയെ സംസാരിക്കുന്ന ബൈബിൾ തുറന്നപ്പം കരഞ്ഞ് എൻ്റെ തലയണ കുതിർന്നു. ഞാൻ ഒരിക്കൽ പോലും ആ വചനം ഞാൻ കണ്ടിട്ടില്ല. എക്സാക്റ്റ് ആ സമയത്ത് അത് ലഭിച്ചു എന്നുള്ളതാണ്. ഇതാണ് ബൈബിൾ പ്രത്യേകത. അപ്പം ഈ ബൈബിൾ നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഒരു പക്ഷേ ചിലർക്കൊക്കെ അറിയായിരിക്കും. അതായത് നമുക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ഒരു വിഷയം വരുമ്പോൾ, രോഗമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ തകർച്ചകളോ അല്ലെങ്കിൽ ശത്രുക്കൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ആ വചനം, ആ പെർട്ടിക്കുലർ സിറ്റുവേഷന് ആപ്റ്റായിട്ടുള്ള വചനം നമ്മൾ അത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. അതിന് ഉദാഹരണത്തിന് യോഹന്നാൻ 14:14, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന ഈ സ്റ്റുഡിയോയിലുള്ള ഈ സംഭവങ്ങളെല്ലാം ഞാൻ യോഹന്നാൻ 14:14 വചനം പറഞ്ഞ് ക്ലെയിം ചെയ്ത് ഉപയോഗിച്ച് വാങ്ങിച്ചതാണ്, ഈശോ തന്നതാണ്. അപ്പോൾ യോഹന്നാൻ 14:14. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവേ നീ യോഹന്നാൻ 14:14 ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവ് അങ്ങ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ശക്തിയാൽ, ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവെ ഇന്ന കാര്യം ഈ വചനത്തിൻ്റെ ശക്തിയാൽ നീ ചെയ്തു തരണമേ, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും. ഇതുപോലെ ഓരോ സിറ്റുവേഷനും ആപ്റ്റായിട്ടുള്ള വചനം നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുക, എന്നിട്ട് ഇത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളിത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സ്പിരിച്വലി ഒരു ഗ്രോത്ത് ഇല്ലാതെ, ഭൗതികമായിട്ടൊരു ഗ്രോത്ത് ഇല്ലാതെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു. ഈ ജീവിച്ചു പോകുന്നത് എന്ന് പറയുന്നത് ദൈവം എല്ലാവർക്കും കൊടുക്കുന്നൊരു കാര്യമാണ്. അതിന് ക്രിസ്ത്യാനി ആവണമെന്നില്ല. ദൈവം ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും ദൈവം മഴ പെയ്യ്ക്കുന്നു. അപ്പോൾ നോർമൽ ബ്ലെസ്സിങ് ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ലഭിക്കും. നിരീശ്വരവാദികൾക്ക് പോലും ദൈവം കൊടുക്കും. ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടത് അതിന് വേണ്ടിയിട്ടല്ല. നമ്മൾ ആത്മീയമായിട്ട് ഒരു പടി കൂടെ നമ്മൾ ഉയരണം, അതുപോലെ തന്നെ ഭൗതികമായിട്ട് നമ്മൾ ഉയരണം. എന്തിനാണ് ഉയരുന്നത് ഭൗതികമായിട്ട്? ഇതെല്ലാം കൊണ്ട് എവിടെയെങ്കിലും പോകാനല്ല, നമ്മളെ സഹോദരങ്ങളെ സഹായിക്കാൻ, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട്, ഇതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഉയരുന്നത്. ഒരു കുട്ടി പഠിക്കുകയാണ് 10ാം ക്ലാസ്സിലോ പ്ലസ് 2 പഠിക്കുന്ന കുട്ടി പറയാണ്, ദൈവമേ എന്നെ നീ ഏതെങ്കിലും ജില്ലയുടെ ഒരു കലക്ടറാക്കി ഉയർത്തിക്കഴിഞ്ഞാൽ ഞാൻ ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തും. എന്നെ ഒരു ഫുട്ബോൾ കളിക്കാരനാക്കിയാൽ ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും. എന്നെ ഒരു MP ആക്കി കഴിഞ്ഞാൽ, MLA ആക്കി കഴിഞ്ഞാൽ, പ്രൈം മിനിസ്റ്റർ ആക്കി കഴിഞ്ഞാൽ, പ്രസിഡൻ്റ് ആക്കി കഴിഞ്ഞാൽ അത് ഞാൻ ആവുന്നത് നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദേവലച്ച പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദുഷ്ടരുടെ കയ്യിൽ സമ്പത്ത് കിട്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അഭിവൃദ്ധി ഉണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അത് നല്ലവരുടെ കയ്യിൽ വേണം, എങ്കിലേ സഹായിക്കാൻ ഉപകരിക്കുള്ളൂ. അപ്പോൾ എൻ്റെ പറയുമ്പോഴവരെ ഇങ്ങനെ വചനം പറഞ്ഞ് ക്ലെയിം ചെയ്യും. അതുകൊണ്ട് ദേവലച്ചൻ പറഞ്ഞ കാര്യമുണ്ട്, അബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള മുഴുവൻ ബ്ലെസ്സിങ്സും അത് സ്വീകരിക്കാൻ, അത് ലഭിക്കാനുള്ള അർഹത നമുക്കുണ്ട്. യേശു ക്രിസ്തു വഴി നമുക്കിത് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. വളരെ പറയുമ്പോൾ ഇതാണ് എനിക്കിപ്പം നിങ്ങളോട് പറയാനുള്ളത്. സോ പരീക്ഷ നമ്മുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനിസ് തേക്കും benedictato in mulieribus et benedictus fructus ventris tui, Iesus. Sancta Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe Ore.